ഹിമാചൽ പ്രദേശിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നുവെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. രാജിപ്രഖ്യാപനം മയപ്പെടുത്തിയെങ്കിലും മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖുവിനെ മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിക്രമാദിത്യ സിംഗ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിക്രമാദിത്യ സിംഗിനെ മുഖ്യമന്ത്രിയാക്കാം എന്ന ഫോർമുലയാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ പരിഗണിക്കുന്നത്. ഷിംലയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നു. നമ്മുടെ വാർത്താ സംഘം ഷിംലയിലുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിതിൻ അംബുജൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് നിതിൻ അംബുജൻ. ഷിംല, അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണിപ്പോൾ? എന്നിട്ട് വാർത്തയിലേക്ക് നിതിൻ അംബുജൻ. എസ്കെൻ, വെരി ഗുഡ് മോർണിംഗ്. ഷിംലയിലെ കാലാവസ്ഥ കടുത്ത തണുപ്പാണ്. ഏതാണ്ട് രാവിലെ താപനില 3 ഡിഗ്രി സെൽഷ്യസ് താഴെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കടുത്ത തണുപ്പിലൂടെയാണ് ഷിംല കടന്നു പോകുന്നത്. എന്തായാലും രാഷ്ട്രീയ അന്തരീക്ഷം പരിശോധിച്ചാൽ ചൂടേറിയ രാഷ്ട്രീയ അന്തരീക്ഷമാണ്. കാരണം BJP വലിയ തോതിൽ തന്നെ വിമത നീക്കം നടത്തുകയും അതിനുശേഷം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കണ്ടത് നാടകീയ സംഭവങ്ങളാണ്. എന്തായാലും ഹിമാചൽ പ്രദേശിൽ സർക്കാർ സംബന്ധിച്ച് ഇപ്പോൾ ഒരു അല്പം ആശ്വാസകരമാണ്. ബജറ്റ് പാസ്സാക്കാൻ കഴിഞ്ഞതിൽ തന്നെ നിയമസഭ പിരിച്ചുവിടാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ സർക്കാർ നിലംപൊത്തുന്ന സാഹചര്യം ഉണ്ടാകില്ല. പക്ഷേ ഇപ്പോഴും ഒരു പ്രതിസന്ധി തുടരുന്നത് മുഖ്യമന്ത്രിയായി സുഖ്വിന്ദർ സിംഗ് സുഖു തുടരുമോ അതല്ല മറ്റാരെങ്കിലും കോൺഗ്രസ് ദേശീയ നേതൃത്വം പരിഗണിക്കുമോ എന്ന കാര്യത്തിലാണ്. എന്തായാലും AICC നിരീക്ഷകരായ DK ശിവകുമാർ, അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബഗൽ, കൂടാതെ ഭൂപേന്ദ്ര ഹൂഡ അടക്കമുള്ള കേന്ദ്ര നിരീക്ഷകർ ഇപ്പോഴും MLA-മാരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ വിക്രമാദിത്യ സിംഗ് വ്യക്തമാക്കിയിരുന്നു സുഖ്വിന്ദർ സിംഗ് സുഖുവിനെ മാറ്റണം എന്നൊരു ആവശ്യം. ആ ഒരു കാര്യം ഇപ്പോൾ കേന്ദ്ര നേതൃത്വം സജീവമായി തന്നെ പരിഗണിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാകും അത്തരമൊരു തീരുമാനത്തിലേക്ക് എന്തായാലും കോൺഗ്രസ് ദേശീയ നേതൃത്വം കടക്കുക. ഒരു കാര്യം കൃത്യമായി തന്നെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മനസ്സിലാക്കിയത്, ഒന്ന് പ്രധാനമായും ഈ സംഘടനക്കകത്ത് തന്നെ ഇത്തരത്തിൽ വിവാദ ശബ്ദം ഉയർത്തിയാൽ അത് പരമാവധി വേഗത്തിൽ തന്നെ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അല്ല എങ്കിൽ ഒരുപക്ഷെ അത് കർണാടകയിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടായതുപോലെ സർക്കാർ നിലംപൊത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്നൊരു ആശങ്ക കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ തന്നെ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എന്ന നിലയിൽ ഇപ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം MLA-മാരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇന്നലെ രാത്രിയും കോൺഗ്രസ് ദേശീയ നേതൃത്വം നിരീക്ഷകർ MLA-മാരുമായി ആശയവിനിമയം നടത്തുകയും പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും AICC നിരീക്ഷകർ ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിന് ശേഷമാകും തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. പ്രതിഭാസ് സിംഗ് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയത് സർക്കാർ രൂപീകരണ ഘട്ടത്തിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷിംലയിലെ കോൺഗ്രസിന്റെ ഓഫീസിലാണ്. ഇവിടെ വെച്ചായിരുന്നു 2022 ഡിസംബർ മാസം കോൺഗ്രസ് അധികാരത്തിലെത്തും മുൻപ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് സജീവ ചർച്ചകൾ ഉണ്ടായത്. പ്രതിഭാസ് സിംഗ്, വിക്രമാദിത്യ സിംഗ് അടക്കമുള്ള പല പേരുകളും ഉയർന്നെങ്കിലും പിന്നീട് കോൺഗ്രസ് നേതൃത്വം പരിഗണിച്ചത് സുഖ്വിന്ദർ സിംഗ് സുഖുവിനെയായിരുന്നു. MLA-മാരുടെ അടക്കം പിന്തുണ സുഖ്വിന്ദർ സിംഗ് സുഖുവിന് ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പല MLA-മാരും അതൃപ്തി പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രിയെ മാറ്റണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇനി വിക്രമാദിത്യ സിംഗ് മുഖ്യമന്ത്രിയായി എത്തുമോ അതല്ല വീണ്ടും സുഖുവിനെ തന്നെ തുടരാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം അനുമതി കൊടുക്കുമോ എന്ന കാര്യത്തിലാണ് ഇനിയിപ്പോൾ എന്തായാലും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് നൽകുന്ന റിപ്പോർട്ട് നിർണായകമാകും. അതിനുശേഷം എന്താകും പ്രതിഭാസ് സിംഗ്, സ്വാഭാവികമായിട്ടും പ്രതിഭാസ് സിംഗിന്റെ പ്രതികരണം ഏറെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും BJP-യും സജീവമായി തന്നെ ഇപ്പോൾ വിമത MLA-മാരെല്ലാം തന്നെ ഒപ്പം നിർത്താനുള്ള നടപടികൾ നടത്തിവരുന്നു. 6 MLA-മാരാണ് കോൺഗ്രസ് വിമതരെ ഇപ്പോൾ രംഗത്തുള്ളത്. 3 സ്വതന്ത്ര MLA-മാരും വിമതരാണ്. ബജറ്റ് പാസ്സാക്കിയാൽ തന്നെ സർക്കാർ നിലംപൊത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. കാരണം നിയമസഭാ സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പരമാവധി വേഗത്തിൽ തന്നെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വിക്രമാദിത്യ സിംഗിനെല്ലാം തന്നെ ഒപ്പം നിർത്താനുള്ള ഒരു നീക്കം ഇപ്പോൾ കോൺഗ്രസ് ദേശീയത്തിന്റെ ഭാഗത്ത് നിന്ന് നടന്നു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള ചർച്ചകൾ ഇപ്പോൾ ഷിംല കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. എന്തായാലും ഒരു പക്ഷേ 5 വർഷം തേക്കാൻ സാധിക്കുമോ എന്നൊരു ആശങ്ക അടക്കം ഇപ്പോൾ കോൺഗ്രസ് സർക്കാരിന് ഉണ്ടായിട്ടുണ്ട്. കാരണം കർണാടകയിലും അതോടൊപ്പം തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് ഇത്തരം ഒരു പ്രശ്നങ്ങൾ രൂപപ്പെടുകയും പിന്നീട് വലിയ തരത്തിൽ അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ വേഗത്തിൽ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ നടന്നു വരുന്നു. മുഖ്യമന്ത്രിയെ മാറ്റണം എന്നൊരു ആവശ്യത്തിൽ നിന്നും പ്രതിഭാസ് സിംഗും അതോടൊപ്പം തന്നെ വിക്രമാദിത്യ സിംഗും പിന്നോട്ടില്ല. ആ ഒരു ആവശ്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തോട് ഈ ഒരു ആവശ്യം അറിയിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പ്രതിഭാസ് സിംഗും കൂടാതെ വിക്രമാദിത്യ സിംഗും പങ്കുവയ്ക്കുന്നത്. SKN. ഓക്കെ, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.